Good morning students. Plus 1 മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിന്റെ തിയറി പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ചാപ്റ്ററിനെ മേജർ ആയിട്ട് നമുക്ക് 3 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, മേജർ ആയിട്ട് 3 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് വെക്റ്റർ ഓൾജിബ്ര. വെക്റ്റർ ഓൾജിബ്ര. സെക്കൻഡ് വൺ ഈസ് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ. തേർഡ് വൺ ഈസ് സർക്കുലർ മോഷൻ. സോ പ്ലസ് 1 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ 2 ഡയമെൻഷണൽ മോഷനിലേക്ക് അഥവാ മോഷൻ ഇൻ എ പ്ലെയിനിലേക്ക് കയറി വരുമ്പോൾ അവിടെ വരുന്ന മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ഡയമെൻഷനിൽ there are 2 ഡയറക്ഷൻസ്. ഒരു ഡയമെൻഷൻ, ഒരു ലൈൻ എന്ന് പറയുമ്പോൾ 2 ഡയറക്ഷൻസ് ഉള്ളൂ, ഒന്നെങ്കിൽ ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ്. നമ്മൾ അതിനെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതേസമയം 2 ഡയമെൻഷനിലേക്ക് മോഷൻ ഇൻ എ പ്ലെയിനിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ there are infinitely many directions possible. സോ അതുകൊണ്ട് തന്നെ ഡയറക്ഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് അഥവാ വെക്ടർ ക്വാണ്ടിറ്റീസ് അത് എങ്ങനെ അനലൈസ് ചെയ്യണം, എങ്ങനെയാണ് അതിന്റെ ഓപ്പറേഷൻസ്, അതാണ് ആദ്യത്തെ പോർഷൻ വെക്ടർ ഓൾജിബ്ര. അത് ആക്ച്വലി നിങ്ങൾ മാത്സ് പഠിക്കുന്ന ആളുകളാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മാത്സിൽ സെക്കൻഡ് ഇയറിൽ ഒരു ചാപ്റ്റർ ഉണ്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ആ ചാപ്റ്ററിൽ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, എനിവേ നമുക്കത് ഒന്ന് വളരെ പെട്ടെന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്തത് പ്രൊജക്ടൈൽ മോഷൻ. എന്താണ് പ്രൊജക്ടൈൽ മോഷൻ? ഒരു ഒബ്ജക്റ്റിനെ ഒരു ലെവലിൽ നിന്ന് എർത്തിന്റെ സർഫസിൽ നിന്ന്, യൂഷ്വലി നമ്മൾ അങ്ങനെയാണ് പറയാറുള്ളത്, അവിടുന്ന് ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ എയറിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. അതിനാണ് പ്രൊജക്ടൈൽ. അതിനുശേഷം അങ്ങനെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഗ്രാവിറ്റി മാത്രം. സോ അങ്ങനെ ഒരു മോഷനാണ് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മോഷൻ ഇൻ എ പ്ലെയിൻ ഓർ 2 ഡയമെൻഷണൽ മോഷൻ. അടുത്ത ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് സർക്കുലർ മോഷൻ. സോ ഇത്രയാണ് ആ ചാപ്റ്ററിലെ മേജർ ആയിട്ടുള്ള ഭാഗങ്ങൾ. നമ്മൾ അതിൽ ഓരോ സെക്ഷൻസിലേക്ക് കടക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് വെക്ടർ ഓൾജിബ്ര. വെക്ടർ ഓൾജിബ്ര. വെക്ടർ ഓൾജിബ്ര എന്ന് പറയുന്നത് വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസും ഓപ്പറേഷൻസും ഒക്കെയാണ്. വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ. പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ. വെക്ടേഴ്സിന്റെ ഇക്വാലിറ്റി. പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടേഴ്സ്. ഇക്വാലിറ്റി. എപ്പോഴാണ് 2 വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറയാം? 2 വെക്ടേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ അതിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കണം. എന്താ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാം? അതിന്റെ ലെങ്ത്, അതിന്റെ വാല്യൂനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. സോ എന്താണ് ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്? എന്താണ് ഒരു വെക്ടറിന്റെ നെഗറ്റീവ്? നെഗറ്റീവ് ഓഫ് എ വെക്ടർ. നെഗറ്റീവ് ഓഫ് എ വെക്ടർ. ഒരു വെക്ടറിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെക്ടർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നെഗറ്റീവ് ഓഫ് ദാറ്റ് വെക്ടർ? അതേ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്ന വെക്ടറിനെയാണ് നമ്മൾ അതിന്റെ നെഗറ്റീവ് എന്ന് വിളിക്കുക. വാട്ട് ഈസ് എ യൂണിറ്റ് വെക്ടർ? എന്താണ് യൂണിറ്റ് വെക്ടർ? യൂണിറ്റ് വെക്ടർ. എന്താണ് യൂണിറ്റ് വെക്ടർ? മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. അതിന് എക്സാമ്പിൾസ് വളരെ ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് ഐ ക്യാപ്, ജെ ക്യാപ് ആൻഡ് കെ ക്യാപ്. എന്താണ് ഐ, ജെ, കെ വെക്ടേഴ്സ് എന്ന് പറയുന്നത്? പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആണ് ഐ ക്യാപ്, പോസിറ്റീവ് വൈ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആണ് ജെ ക്യാപ്, അതുപോലെ തന്നെ പോസിറ്റീവ് സെഡ് ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആണ് കെ ക്യാപ്. സോ യൂണിറ്റ് വെക്ടേഴ്സ് എന്താണ്? എന്താണ് പൊസിഷൻ വെക്ടർ? പൊസിഷൻ വെക്ടർ. ഒരു പോയിന്റിലേക്ക് ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് തന്നു കഴിഞ്ഞാൽ അവിടെ ഒറിജിനിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. ഓക്കെ, അതുപോലെ തന്നെ സീറോ വെക്ടർ, അതുപോലെ കോപ്ലനാർ വെക്ടേഴ്സ്, കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ പല ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. ഫ്രീ വെക്ടേഴ്സ് ആൻഡ് ഫിക്സഡ് വെക്ടേഴ്സ്, അങ്ങനെയുള്ള ടൈപ്പ് വെക്ടേഴ്സ് ഉണ്ട്. കോ ഇനീഷ്യൽ, ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന, കോ ടെർമിനസ്, ഒരേ പോയിന്റിൽ എൻഡ് ചെയ്യുന്ന, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. സോ അതൊക്കെ അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ അതിന്റെ ഓപ്പറേഷൻസിലേക്ക് കടക്കുന്നു.